ബജറ്റിൽ പ്രതീക്ഷയർപ്പിച്ച് കേരളത്തിന് 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് പ്രത്യേക സഹായം പരിഗണിക്കുമെന്നാണ് കേരളത്തിന്റെ പ്രതീക്ഷ. മനുഷ്യ വന്യജീവി സംഘർഷം അതീവ ഗുരുതരമായി പ്രശ്നമായി മാറുന്ന സാഹചര്യത്തിൽ പരിഹാര പദ്ധതികൾക്കായി 1,000 കോടി രൂപ അനുവദിക്കണമെന്നും സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ റവന്യൂ ചെലവിന്റെ 64% സ്വന്തം വരുമാനത്തിൽ നിന്നാണ് സർക്കാർ കണ്ടെത്തുന്നത്. സംസ്ഥാനത്തിന്റെ കടമെടുക്കൽ അവകാശം വെട്ടിക്കുറയ്ക്കൽ, നികുതിയിലുണ്ടായ കുറവ് എന്നിവ മൂലം സംസ്ഥാനം നേരിടുന്ന വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടും പണക്ഷാമവും പരിഹരിക്കാൻ 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നാണ് കേരളത്തിന്റെ പ്രധാന ആവശ്യം. GST സമ്പ്രദായം പൂർണ്ണസജ്ജമാകുന്നതുവരെ GST നഷ്ടപരിഹാര വ്യവസ്ഥ തുടരണമെന്നും സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നു. മുണ്ടക്കൈ ചൂരൽമലയുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് 2,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിക്കണമെന്നും കേരളം ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾക്കായി 5,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അനുവദിക്കണം. അടുത്ത സാമ്പത്തിക വർഷം കേരളത്തിന്റെ കടമെടുപ്പ് പരിധി 3.5% ഉയർത്തണം. സർക്കാർ സ്ഥാപനങ്ങളും കമ്പനികളും എടുക്കുന്ന വായ്പകളെ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തുന്ന കേന്ദ്ര നിലപാട് തിരുത്തണമെന്നും കേന്ദ്രത്തോട് സംസ്ഥാനം ആവശ്യപ്പെടുന്നു. ദേശീയപാത വികസനത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിന് 25% ചെലവ് വഹിക്കണമെന്ന കേന്ദ്ര നിബന്ധന പാലിക്കാനായി കിഫ്ബി വായ്പയെടുത്തു നൽകിയ തുക സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ നിന്നും വെട്ടിക്കുറച്ചു. ഇത് പരിഹരിക്കാൻ ഈ വർഷം 6,000 കോടി രൂപ അധികമായി വായ്പയെടുക്കാൻ അനുവദിക്കണം. കേന്ദ്ര സർക്കാർ നൽകുന്ന കാപെക്സ് വായ്പ അനുവദിക്കുന്നതിന് ബ്രാൻഡിംഗ് വ്യവസ്ഥകൾ അടിച്ചേൽപ്പിക്കുന്ന രീതി പുനഃപരിശോധിക്കണം. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ ശാശ്വത പരിഹാരത്തിനായി മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതിക്ക് 4,500 കോടി രൂപ നീക്കിവെക്കണം. കേരളത്തിന്റെ തീരദേശ ശോഷണ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ 11,650 കോടി രൂപയുടെ സമഗ്ര പദ്ധതി ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം അതീവ ഗുരുതര പ്രശ്നമായി മാറുന്ന സാഹചര്യത്തിൽ പരിഹാര പദ്ധതികൾക്കായി 1,000 കോടി രൂപ അനുവദിക്കണം. റബ്ബറിന് താങ്ങുവില ഉറപ്പാക്കാൻ 1,000 കോടി രൂപയുടെ വിലസ്ഥിരതാ ഫണ്ട് പ്രഖ്യാപിക്കണം. ഊർജ്ജ മേഖലയിലെ പരിഷ്കരണങ്ങൾക്കായി അനുവദിച്ച 0.5% അധിക വായ്പാനുമതി അടുത്ത സാമ്പത്തിക വർഷവും തുടരണമെന്നും സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളിൽ ഉൾപ്പെടുന്നു. പുതിയ ആവശ്യങ്ങൾക്ക് പുറമെ കേരളത്തിന്റെ ഏറെക്കാലത്തെ ആവശ്യങ്ങളായ എയിംസ്, അതോടൊപ്പം തന്നെ നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതി, ഇതിനു പുറമെ ശബരി റെയിൽപാത തുടങ്ങിയ ആവശ്യങ്ങളോട് കേന്ദ്രത്തിന്റെ സമീപനം എന്താകും എന്നതും ഏറെ പ്രസക്തമാണ്. പതിവ് അവഗണനയോ അതോ പരിഗണന കേരളത്തോട് ഉണ്ടാകുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. തിരുവനന്തപുരത്ത് നിന്നും RK കുമാറിനൊപ്പം S. ഷീജ, കൈരളി ന്യൂസ്.